കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി കെ.എസ്. അനിൽകുമാറിന് പുനർനിയമനം. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന നിർണായക സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. 22 അംഗങ്ങളിൽ 20 അംഗങ്ങളും പുനർനിയമനത്തെ പിന്തുണച്ചു. ഇടത് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരനാണ് രജിസ്ട്രാറുടെ പുനർനിയമന നിർദ്ദേശം യോഗത്തിൽ അവതരിപ്പിച്ചത്. സിൻഡിക്കേറ്റിലെ 22-ൽ 20 അംഗങ്ങളും പ്രൊഫസർ കെ.എസ്. അനിൽകുമാറിന്റെ പുനർനിയമനത്തെ പിന്തുണച്ചു. ബി.ജെ.പിയുടെ 2 അംഗങ്ങൾ മാത്രമാണ് എതിർത്തത്. കോൺഗ്രസ് അംഗവും പുനർനിയമനത്തെ പിന്തുണച്ചു. ഭൂരിപക്ഷ തീരുമാനത്തെ തുടർന്ന് വൈസ് ചാൻസലർ തീരുമാനം അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നിലവിലുള്ള രജിസ്ട്രാർക്ക് റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റി ഉണ്ട് എന്ന് സിൻഡിക്കേറ്റ് കാണുകയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനം അങ്ങേയറ്റം തൃപ്തികരമാണ് എന്ന് സിൻഡിക്കേറ്റ് വിലയിരുത്തുകയും അദ്ദേഹത്തിന് റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. 2 അംഗങ്ങൾ അതിൻ്റെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്തി. അത് ഭൂരിപക്ഷ സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷ തീരുമാനം. അനിശ്ചിതമായി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിരുന്നു. ഇത് വൈസ് ചാൻസലർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും പുനർനിയമനം അംഗീകരിച്ചതും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.